പറഞ്ഞ് ഇങ്ങനെ പാച്ചു എന്താ ഷെയ്ക്കിന് വേണ്ടി പെണ്ണാലോചിക്കാനാ എന്ന് പറഞ്ഞു. പെണ്ണാലോചിക്കുന്ന ഇവിടുത്തെ മഞ്ഞപ്പത്തി ഇസ്മായിലിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ സംസാരിച്ചോളും. അവൻ നാളെ സംസാരിക്കുമ്പോൾ സ്പീക്കറിൽ നീ ഇടയ്ക്ക് കയറിയിട്ട് കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സംസാരിച്ചത് തെറ്റാണ്. നോട്ട് ഓവർട്ടീസ്. ഹലോ ഹലോ എന്താ പറഞ്ഞതാ? ഞാൻ ഡ്രസ് ഷോപ്പിൽ കയറുന്നു. അപ്പൊ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ആള് സ്പീക്കറിലാ കോള്. അപ്പൊ ഞാനും എന്റെ കോള് എന്നോട് രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ ഞാനും സ്പീക്കറിലിട്ടു. അപ്പൊ എന്നെ വെച്ചു പാച്ചു വലിയ ആരാന്ന് വെച്ചു ഇങ്ങോട്ട് എന്റെ അടുത്ത് വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പാച്ചുവാന്ന് പറഞ്ഞു. ആളിങ്ങോട്ട് എന്തെടുക്ക എവിടെയാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഡ്രസ് ഷോപ്പിൽ വെറുതെ നിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പാച്ചു എന്താ ഷെയ്ക്കിന് വേണ്ടി പെണ്ണാലോചിക്കാനാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കമ്മിറ്റഡ് ആണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞു. പറഞ്ഞ് പാച്ചു സിംഗിളാന്നല്ലേ മുന്നേ പറഞ്ഞേന്ന് ചോദിച്ചു. ഞാൻ അല്ല ഞാൻ നേരത്തെയും കമ്മിറ്റഡ് ആയിരുന്നു, ഇപ്പോഴും കമ്മിറ്റഡ് ആന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതോ പയ്യൻ വന്നിട്ട് പറഞ്ഞ് എന്താ കമ്മിറ്റാണോ അല്ലെങ്കിലും വെച്ചോന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കട്ട് ചെയ്തോളാൻ പറഞ്ഞു. എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ല ബ്രോ, ഒരു പ്രശ്നമില്ല. അല്ല ബ്രോ, ഞാൻ കാര്യം ചോട്ടെ, ബ്രോയുടെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ ബ്രോ ഇഷ്ടപ്പെടും? അല്ല ബ്രോ, ഞാൻ ബ്രോ ഷേക്കിന് പെണ്ണാലോചിക്കുന്ന ഇവിടുത്തെ മഞ്ഞപ്പത്തി ഭൂമി എന്തോ തേച്ചു. അപ്പൊ അതുകൊണ്ട് പെണ്ണാലോചിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷെയ്ഖിനെ വിളിച്ചപ്പോ കാണാം ഷെയ്ഖ് ഈ കൊച്ചിന്റെ ചോദിച്ചു എന്തുവാ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതപ്പൊ ഷെയ്ഖ് ചോദിച്ചു വെറുതെ ഇരിക്കണോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, പിന്നെ എന്തോ ഓർഡർ ഒന്ന് ചോദിച്ചു. അല്ല ഞാൻ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറ്റാ, എല്ലാവർക്കും ഫണ്ട് തന്നെ ആവണമെന്നില്ല, മനസ്സിലായോ? ഈ ഷെയ്ക്കിനെ പെണ്ണിട്ട് പോയി വെച്ചിട്ട് സിറ്റികളിലെ എല്ലാ പെണ്ണുങ്ങളും മറ്റേ വിളിക്കുന്ന ആവശ്യമുണ്ടോ? ഇങ്ങനെ വിളിച്ചിട്ട് ഫ്രീ ആണോ അങ്ങനെയാണോ? ഞാനല്ലല്ലോ വിളിച്ചത്. ആരാ വിളിച്ചോട്ടെ, അത് സ്പീക്കർ ആയിരുന്നല്ലോ. ബ്രോ പറയുന്നുണ്ടല്ലോ സ്പീക്കർ ഇട്ട്. ഇതത്ര തമാശയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ബ്രോ. ഇതത്ര കോമഡി അല്ല. ഞാൻ കോമഡി ആയിട്ടാ പറഞ്ഞത്. തമാശയുള്ള കാര്യങ്ങള് നിങ്ങൾക്കൊക്കെ അതൊക്കെ കോമഡി ആയിരിക്കും, എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ഞങ്ങള് ജസ്റ്റ് പറഞ്ഞു, ഇത് പറഞ്ഞതേ ഉള്ളൂ. നീ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അല്ല ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയ? അത് കൊടുത്തേ ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയ? അപ്പൊ നമ്പർ കിട്ടാൻ ഞാൻ ഇസ്മായിലിന്റെ നമ്പർ ഇസ്മായിലിന്റെ പരിചയം ഉണ്ടോ വാച്ചസിന്? കണ്ടിട്ടുണ്ടോ? ഇസ്മായിലിന്റെ കോണ്ടാക്ട് സേവ്ഡ് അല്ല. ഞാൻ റാൻഡം നമ്പർ എന്നാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ കോൾ എടുത്തപ്പോ കുറെ പേരുടെ സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ എന്നോട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ സ്പീക്കറിലിട്ടു, ഫോൺ സ്പീക്കറിലിട്ടു. അപ്പൊ അവരും കേട്ടോണ്ടിരിക്കായിരുന്നു അവര് പറഞ്ഞത്. അപ്പം അവിടെ കുറെ പേര് ഈ ഇസ്മായിൽ സംസാരിക്കുന്നുണ്ട്. അവൻ റാൻഡായിട്ട് സംസാരിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സിംഗിൾ ആണോ ആരാ അതിന്റെ ഞാൻ പറഞ്ഞു വില്ലുമോനാന്ന് പറഞ്ഞു. നീ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കട്ട് ചെയ്താ. അപ്പം ആരോ പറഞ്ഞ എന്താ സിംഗിൾ ആണെങ്കിലും അല്ലെങ്കിലും വെച്ചോന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ഇതാക്കിട്ട് പോയതാ. ഞാൻ ഇസ്മേനോടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഇസ്മേന് മാത്രം ചോദിക്കണ റിപ്ലൈ എന്നാ പോലെ. ഞാൻ എന്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരാരും റിപ്ലൈ എടുത്തില്ലല്ലോ, ഞാൻ മാത്രമല്ലേ റിപ്ലൈ എന്നോണ്ടിരുന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്റെ കൂടെ ഇരുന്ന ആൾക്കാർ റിപ്ലൈ വരുമ്പോ നിങ്ങൾക്ക് അത് വേടാവൂലേ? പറയുമ്പോ തന്നെ ഒന്ന് ആലോചിക്കണം, അവർക്ക് എത്ര ഡിസ്കംഫർട്ട് ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇസ്മായിൽ സംസാരിക്കും. ഞാൻ വേറൊന്നും എനിക്കിപ്പോ ഇതിനകത്ത് എന്ത് സംസാരിച്ചതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല ബ്രോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാം കാര്യം. അല്ല ഞാൻ പറഞ്ഞു സൈഡിൽ നിന്ന് ഫീൽ ചെയ്തെന്ന് ഓപ്പൺ ആയിട്ട് ഞാനതാ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് മൊത്തം ഞാൻ പറഞ്ഞുതരാം. ഡിയല്ലേ, ഇത് നീ വിളിച്ചെന്താ സംസാരിച്ചതോ അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ട് വിളിച്ചോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇസ്മായിലിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ സംസാരിച്ചോളും. അവൻ നാളെ സംസാരിക്കുമ്പോൾ സ്പീക്കറിൽ നീ ഇടയ്ക്ക് കയറിയിട്ട് കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സംസാരിച്ചത് തെറ്റാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്.
അല്ല മേഘ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ നിന്നോട് പറയണ നീ കേള്, ഞാൻ പറയണ കേള് നീ. ഓക്കേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. ഇനി നിനക്ക് പറയാനുള്ള പറ. എനിക്ക് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടോക്ക് കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? നമ്മള് അപ്പം ഷെയ്ക്ക് എന്തോ പറഞ്ഞപ്പം ഈ കൊച്ചു പറഞ്ഞ് അല്ല പിന്നെ എന്തോ ഓർഡർ ഒന്ന് ചോദിച്ചു. ഓക്കെ വാട്ട് എവർ. അത് നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നി എങ്കിൽ തിരിച്ച് നീ പറയുന്ന ആ കുട്ടിക്ക് ഫണ്ണായിട്ട് തോന്നണമെന്ന് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അത് അതിന് ഫണ്ണായിട്ടല്ല തോന്നി, അത് തുറന്നു പറഞ്ഞില്ലേ കുട്ടി. അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെ അതിന് റിപ്പീറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നാ മതി. ഇല്ല അത് ഒരു മിനിറ്റ്, വില്ലുമനെ ഒന്ന് വന്നേ. വില്ലുമനെ ഇത് ഇവര് ചുമ്മാ ഈ ഫൺ എന്തേലും ഫൺ സിറ്റുവേഷൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. മാക്ക് ഞാനൊരു സിമ്പിൾ ആയിട്ട് കാര്യം വരാം. ലൈക്ക് ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഷെയ്ക്ക് മറ്റേ ഭൂമി തേച്ചു പറഞ്ഞിട്ട് ഇവൻ എല്ലാരും വിളിച്ചുകൊണ്ട് എന്തെന്ന് നടക്കാൻ തോന്നണം. ആ സമയത്ത് ഇവളെ വിളിച്ച് ബട്ട് എടി ഇവരെല്ലാരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാരും ഈ സമയത്ത് ഇവളെയും വിളിച്ച് ഇവളെ വിളിച്ച് ഇങ്ങനെ ഒരു റാൻഡമായിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ ഇനി എന്താ പറയുക, ഇവൻ അവളുടെ അടുത്ത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു വെറുതെ നിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ് ഈ DNL പറഞ്ഞ് അന്ന് അവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെയും ചോദിച്ചപ്പോ പറഞ്ഞ അന്ന് ഓർഡറെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇവൻ വന്നിട്ട് പറഞ്ഞു സിംഗിൾ ആണെന്ന് ചോദിച്ചപ്പോ വന്ന് സിംഗിൾ ആണെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. എല്ലാം വിടും മാക്കെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ മാക്ക് പ്രേമിക്കുന്ന ഒരു കൊച്ചിനെ ഞങ്ങൾ വിളിച്ചിട്ട് പെണ്ണാലോചിക്കുകയാണ്, താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അടക്കമാണോ, ഇങ്ങനെയുള്ള രീതി മോശമായിട്ട് ഞങ്ങൾ ബിഹേവ് ചെയ്ത മാക്ക് ഞങ്ങളോട് എങ്ങനെയായിരിക്കും റെസ്പെക്ട് വന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ അത് തന്നെ ആ കേസ് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. ഞങ്ങൾ മൂത്ത് നോക്കി പറയും. മനസ്സിലായി. പക്ഷെ അത് അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ പറഞ്ഞു. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സിറ്റുവേഷൻ ഉണ്ടാവാന് ഇവിടെ അവനെ സംസാരിക്കാൻ ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ പറയാം. എന്റെ ഒരു തോന്നലാണ്. ലൈക്ക് ഇസ്മായിൽ വിളിച്ചപ്പോൾ മേ ബി DNL തോന്നി കാണും ഇസ്മായിൽ അങ്ങോട്ട് വിളിച്ചല്ലേ, ലൈക്ക് പരിചയമുള്ള ആളായിരിക്കും എന്ന രീതിയിൽ ഫണ്ടിന് സംസാരിച്ചായിരിക്കും. അതിനകത്ത് അങ്ങനെ വിചാരിച്ചതായിരിക്കാം മേ ബി DNL. കാരണം അവന്റെ ഫോണിൽ അങ്ങോട്ട് ഡയൽ ചെയ്ത് വിളിച്ചെന്ന് വെച്ച് അല്ല പരിചയമുണ്ടെന്ന് വെച്ച് എന്ത് തോന്നിയ കൂടെ ഇരിക്കുന്നവർക്ക് അല്ല നിങ്ങൾ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെ അടുത്താ നിങ്ങൾ പറഞ്ഞു ഓക്കെ. ഒരു അറിയാത്ത ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇറ്റ്സ് ഗുഡ് അല്ല. എനിക്കുമെന്ന് വിചാരിച്ച് കാണുമെന്നാ ഞാൻ പറഞ്ഞത്. ആയിരിക്കാം ഉസ്മേലിന് അറിയാം. ഓക്കെ ഈ DNLും ഇവരൊക്കെ എന്തിനാ ഇത് ചെയ്യേണ്ട ആവശ്യം എന്താ? അതാണ് ഞാൻ അവന്റെ അടുത്ത് ആദ്യമേ അവന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ അവനാ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചത് തെറ്റാണ്. എന്തായാലും കേൾക്കാലോ. അല്ല ഞാൻ അതാ വില്ലുമനെ ഞാൻ പറഞ്ഞത് ലൈക്ക് അവന്റെ അടുത്ത് ഞാനത് എനിക്ക് മനസ്സിലായ കാര്യം ഈ ഭാഗത്തുനിന്നുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇവനെ ഇടയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഇടയ്ക്ക് സംസാരിച്ച തെറ്റാന്ന് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞതിന് ശേഷമാണ് അവൻ പറഞ്ഞ പോലെ ഞാൻ കേട്ടത്. ലൈക്ക് എനിക്ക് തെറ്റാന്ന് തോന്നിയത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ആ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്തായാലും ഇനി ഇങ്ങനത്തെ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ അവൾ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ്.